2025 എന്തായാലും ഞാൻ നന്നാവും തീരുമാനിച്ചു. പക്ഷെ ഉച്ചയായിട്ട് ഞാൻ സ്കൂൾക്കും പോകാതെ പെരിയിൽ കടന്നുറങ്ങുകയാണ്. അങ്ങനെ സ്വപ്നത്തിൽ ആരോ വന്ന് നല്ലോണം മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ഞാൻ നീച്ച് സമയം നോക്കിയപ്പോൾ 2:30 അങ്ങനെ ഇനി കുറച്ചു നേരം നോട്ട് ചെയ്താൽ എന്റെ കീബോർഡ് ഒക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് നോട്ട് സ്ഥാപിച്ചു. അങ്ങനെ നല്ല ഊറ്റത്തിൽ നോട്ട് തുറന്നപ്പോഴാണ് കാണുന്നത് പേനത്തെ മഷീനുകൾ. അങ്ങനെ ആ പ്ലാൻ ഞാൻ ഡ്രോപ്പ് ചെയ്തു. നോട്ടൊക്കെ അതേപോലെ തന്നെ മടക്കി വെച്ചു. യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട് കുറെ കാലം അതിൽ പിന്നെ മെല്ലെ PC ഓണാക്കി. അങ്ങനെ എടുക്കാനുള്ള വീഡിയോയുടെ സ്ക്രിപ്റ്റ് തപ്പിക്കൊണ്ട് ഞാൻ പറഞ്ഞ സ്വപ്നത്തിൽ ആരോ വന്ന് മോട്ടിവേഷൻ ചെയ്തിരിക്കണേ. പക്ഷെ കുറച്ചേരം കഴിയുമ്പോൾ തന്നെ ഞാൻ പായ പോലെ അങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റ് ആയി. അടുത്തന്നെ റൂമൊക്കെ ഒന്ന് പൊടിയായിട്ട് എടുക്കാം. ചേർമ ഫുള്ള് ബെല്ലന്റെ രോമാണ്. അവിടെ അവിടെ ക്ലീൻ ആക്കലോട് പിന്നീട് കണ്ട പീസിന്റെ ബാക്കിൽ 8 കാലി നല്ല സെറ്റപ്പ് വീടുന്നായി. ടാക്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ ഒഴിവാക്കി. പിന്നെ അവിടെ ഉള്ള കടിക്ക് വെച്ചപ്പോ ഇന്റെ റൂമിന്റെ അതേപോലെ തന്നെ ചൊറുക്കൈക്കും. അതൊക്കെ കഴിഞ്ഞ ഗ്രൂപ്പ് കുറെ അലിഞ്ചോസ് പെരേറിന്റെ റീൽ ഇട്ടപ്പോഴാണ് അതിന്റെ കാറാട്ടാണ് റീൽ. ആരോ സെൻഡ് ആക്കി നോക്കിയപ്പോ റിഹാനാണ്. അപ്പൊ ചെറുക്കന് സ്കൂൾ പോയിട്ടില്ല. ഞാൻ മെല്ലെ എന്നിട്ട് പെരിന്ന് ഇറങ്ങി. ഇന്റെ പ്രഡിക്ഷൻ തെറ്റിയില്ല. ചെറുക്ക പെരി തന്നെ ഉണ്ട്. ഞങ്ങൾ അതേപോലെ തന്നെ പെരിയിലിരിക്കുന്ന ഷാമിൽ എടുത്താണ് ഞങ്ങൾ നേരെ പോയിന്റ് അടുക്കും. ഇവിടെ ഇരിക്കാൻ തന്നെ പ്രത്യേക വൈബാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ സ്കൂൾ വിടാനായിരിക്കും. അതിൽ പിന്നെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. രാത്രിയപ്പോ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പിന്നെയും ചെക്കന്റെ വരിക്കാൻ വന്നു. ഇവിടെയാണ് ഈ ഫുൾ അന്താരാഷ്ട്ര ചർച്ചകൾ. ഇത് നീലടാ ഗോൾഡ് മെല്ലടാ. ഇതില് ചെറിയ ഷെയ്ഡാണ് നീലന്റെ വെള്ളന്റെ പേര് ലാസ്റ്റ് അവിടെ അടിയാവാനായി. എനിക്കിന്റെ കണ്ണിന് നല്ല വിശ്വാസമാണ് നീലന്റെ. ആ കഴിഞ്ഞ പോലെ തന്നെ പിന്നെ അടുത്ത സാധനം കൊണ്ടുവന്നു. അതിലൊരു കറുപ്പ് സ്ട്രോബെറി. ഇത് കറുപ്പ് നീലി അല്ല കറുപ്പല്ല ചോപ്പ് ഇടയിൽ കൂടെ കാണുന്നുണ്ട്. പീക്കോക്ക് ചോപ്പ് ഇവിടെ എന്തൊക്കെ ഇപ്പൊ നടക്കണെന്ന് പടച്ചോന് പോലും അറിയില്ല. അപ്പൊ ശരി അതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ.